ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ടവർ, നമ്മൾ ഈ ഏലിയ സ്ലീവ മൂശക്കാലത്തിൻ്റെ രണ്ടാമത്തെ ആഴ്ചയിലാണ്. സ്ലീവ കാലം എന്ന് പറയും. ഇന്ന് നമ്മൾ ഈ ഞായറാഴ്ച ചിന്തിക്കുന്നത് കുരിശിൻ്റെ പുകഴ്ചയെക്കുറിച്ചാണ്. കുരിശിൻ്റെ പുകഴ്ച എന്ന് പറയുന്ന തിരുനാളാണ് സെപ്റ്റംബർ 14 അത് ഞായറാഴ്ചയായിട്ട് വരുന്ന ഈ വർഷം. ഒന്നാമത്തെ വായന സംഖ്യയുടെ പുസ്തകം 21 അധ്യായം 4 മുതൽ 9 വരെയുള്ള വാക്യങ്ങളാണ്. ഇവിടെ ഏദോം ചുറ്റിപ്പോകാൻ ഹോർ മലയിൽ നിന്ന് ചെങ്കടലിലേക്കുള്ള വഴി അവർ യാത്ര പുറപ്പെട്ടു. എന്തുകൊണ്ടാണ് ഇവർ ഈ ഏദോമൊക്കെ ചുറ്റിപ്പോകേണ്ടി വരുന്നത്? അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, കടന്നു പോകുന്ന രാജ്യങ്ങളിലുള്ള രാജാക്കന്മാർ പലപ്പോഴും അവരെ കടന്നു പോകാൻ സമ്മതിക്കാറില്ല. അതുകൊണ്ട് അവർ വളഞ്ഞ വഴിയെല്ലാം ചുറ്റിപ്പോവുകയാണ് ചെയ്യുന്നത്. ഏദോം എന്ന് പറയുന്നത് യസോവിൻ്റെ രാജ്യമാണ്. യസോവും യാക്കോബും സഹോദരന്മാരാണ്, ഇസ്ഹാക്കിൻ്റെ മക്കൾ. അതിലാ ചേട്ടൻ ഏദോം എന്ന് പറയുന്ന അവൻ ഏദോം എന്നാണ് അറിയപ്പെട്ടിരുന്നത്. അവൻ പോയി താമസിച്ച സ്ഥലമാണ് ഏദോം. ആ ഏദോം ചുറ്റിപ്പോകാൻ വേണ്ടി ഹോർ മലയിൽ വെച്ചാണ് അഹ്റോൻ മരിക്കുന്നത്. അതായത് ഏതാണ്ട് ഇസ്രായേലിൻ്റെ അടുത്തെത്തി, കനാൻ ദേശത്തിനടുത്തെത്തി. ചെങ്കടലിലേക്കുള്ള വഴിയെ അവർ യാത്ര പുറപ്പെട്ടു. ചെങ്കടൽ കുറച്ചുകൂടി തെക്ക് ഭാഗത്താണ്. ചുറ്റിപ്പോകണമെങ്കിൽ അതിലെ പോകണം. യാത്രാമധ്യേ ജനം അക്ഷമരായി ദൈവത്തിനും മോശയ്ക്കുമെതിരായി അവർ സംസാരിച്ചു. എന്തുകൊണ്ടാണ്? പോകുന്ന വഴി മുഴുവൻ മരുഭൂമിയാണ്, വെള്ളമില്ല, ഭക്ഷണ ആവശ്യത്തിനില്ല, ഈ മന്നായും കാടപ്പക്ഷിയും മാത്രമേ ഉള്ളൂ. അതേക്കുറിച്ചാണ് അവർ പറയുന്നത്. മോശയ്ക്കുമെതിരായി അവർ സംസാരിച്ചു. ഈ മരുഭൂമിയിൽ മരിക്കാൻ നീ ഞങ്ങളെ ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്നത് എന്തിന്? ഇവിടെ അപ്പമോ വെള്ളമോ ഇല്ല. വിലകെട്ട ഈ അപ്പം തിന്ന് ഞങ്ങൾ മടുത്തു. അപ്പോൾ കർത്താവ് ജനത്തിൻ്റെ ഇടയിലേക്ക് ആഗ്നേയ സർപ്പങ്ങളെ അയച്ചു. അവയുടെ ദംശനമേറ്റ് ഇസ്രായേൽ വളരെ പേർ മരിച്ചു. അവരിങ്ങനെ എപ്പോഴും പരാതി പറയുകയാണ്. നമുക്കറിയാം, സാധാരണ ജനത്തിൻ്റെ ഒരു സ്വഭാവമാണ് എല്ലാത്തിനും പരാതി പറയുക. ചെറിയൊരു പ്രശ്നം വന്നാൽ ഉടനെ തന്നെ പരാതി പറയാൻ തുടങ്ങും. നമുക്കറിയാം, നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോൾ അതിന് കുറേ കാലം കഴിയും അതിൻ്റെ പൂർണ്ണതയിലെത്താനായിട്ട്. പലപ്പോഴും നമ്മൾ അത് ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ പൂർണ്ണതയിലെത്തണമെന്ന് പറഞ്ഞ് വാശി പിടിക്കും. അങ്ങനെ ഒരിക്കലും നടക്കുകയില്ല. നടപ്പാക്കുന്ന വ്യക്തിക്കറിയാം എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന്. ദൈവത്തിന് കൃത്യമായിട്ടറിയാം. മോശ ദൈവത്തിൽ വിശ്വസിക്കുന്ന മോശയ്ക്കും അറിയാം ഇവരെ ഈ കനാൻ ദേശത്തേക്ക് പ്രവേശിപ്പിക്കുമെന്ന്. പക്ഷേ ജനത്തിനത് വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. ആ വിശ്വാസമില്ലാതെ ഒരിക്കലും പിടിച്ചു നിൽക്കാൻ കഴിയില്ല. അപ്പോൾ ഇവരിങ്ങനെ പരാതിപ്പെട്ടപ്പോൾ എന്താണ് ചെയ്യുന്നത്? കർത്താവ് ജനത്തിൻ്റെ ഇടയിലേക്ക് ആഗ്നേയ സർപ്പങ്ങളെ അയച്ചു. ഈ മരുഭൂമിയിലൊക്കെ ഒരുപാട് പാമ്പുകളുണ്ട്. ഇപ്പോൾ വളരെ വിഷമുള്ള പാമ്പുകളാണ് മരുഭൂമിയിലെ പാമ്പുകൾ. അങ്ങനെ ആ പാമ്പുകൾ വരാൻ തുടങ്ങി. അതിൻ്റെ കടിയേറ്റ് ഇസ്രായേലിൽ വളരെ പേര് മരിച്ചു. അപ്പോൾ ജനം മോശയുടെ അടുക്കൽ വന്ന് പരാതി പറയുകയാണ്. അവർ പശ്ചാത്തപിച്ച് പറയണം, അങ്ങേക്കും ദൈവത്തിനുമെതിരായിട്ട് ഞങ്ങൾ സംസാരിച്ചു, ഞങ്ങൾ പാപം ചെയ്തു. ഈ സർപ്പങ്ങളെ പിൻവലിക്കാനായിട്ട് കർത്താവിനോട് പ്രാർത്ഥിക്കണമേ. മോശ ജനത്തിനു വേണ്ടി പ്രാർത്ഥിച്ചു. കർത്താവ് മോശയുടെ അരുളി ചെയ്തൊരു പിച്ചള സർപ്പത്തെ ഉണ്ടാക്കി വടിയിൽ ഉയർത്തി നിർത്തുക. ദംശനമേൽക്കുന്നവർ അതിനെ നോക്കിയാൽ മരിക്കുകയില്ല. മോശ പിച്ചള കൊണ്ട് സർപ്പത്തെ ഉണ്ടാക്കി അതിനെ വടിയിൽ ഉയർത്തി നിർത്തി. ദംശനമേറ്റവർ പിച്ചള സർപ്പത്തെ നോക്കി അവർ ജീവിച്ചു. എന്തുകൊണ്ടാണ് നമ്മളിതിനെ ഇവിടെ വായിക്കുന്നത്, ഈ ഭാഗം? കാരണം മറ്റൊന്നുമല്ല, നമ്മൾ ഈ ഏലിയ സ്ലീവ മൂശക്കാലത്ത് സ്ലീവ കാലത്തിലേക്ക് പ്രവേശിക്കണം. അതുകൊണ്ടാണ് നമ്മൾ ഈ കുരിശിനെക്കുറിച്ചാണ് ഓർക്കുന്നത്. മോശ മരുഭൂമിയിൽ ഉയർത്തിയ ആ സർപ്പം, ആ വടിയിൽ ഉയർത്തിയ സർപ്പം എന്ന് പറയുന്നത് കുരിശിൽ ഉയർത്തപ്പെട്ട കർത്താവിൻ്റെ പ്രതീകമാണ്. അതുകൊണ്ട് ആ കർത്താവിനെ നോക്കുന്നവരെല്ലാം രക്ഷപ്പെടുന്നു എന്നുള്ളതാണ്. നമ്മൾ പരാതി പറയാതെ നമ്മൾ പാപം ചെയ്യുമ്പോൾ മോചനത്തിനായിട്ട് കർത്താവിനെ നോക്കിയാൽ മാത്രം പോരാ, കർത്താവിൻ്റെ വചനങ്ങൾ സ്വീകരിക്കുക, അതനുസരിച്ച് ജീവിക്കുക, തിരിച്ച് ദൈവത്തിലേക്ക് മടങ്ങി വരിക. തീർച്ചയായിട്ടും നമ്മൾ രക്ഷിക്കപ്പെടുമെന്നുള്ള ആ ഒരു വലിയ സന്ദേശമാണ് ഇതിലൂടെ ദൈവം നമുക്ക് തരുന്നത്. രണ്ടാമത്തെ വായന 1 കൊറിന്ത്യർ 1 അധ്യായം 18 മുതൽ 25 വരെയുള്ള വാക്യങ്ങളാണ്. വളരെ കൃത്യമായിട്ട് പൗലോസ് കുരിശിനെക്കുറിച്ച് പറയുകയാണ്. നാശത്തിലൂടെ ചരിക്കുന്നവർക്ക് കുരിശിൻ്റെ വചനം ഭോഷത്വമാണ്. രക്ഷയിലൂടെ ചരിക്കുന്ന നമുക്കും അത് ദൈവത്തിൻ്റെ ശക്തിയത്രേ. വിജ്ഞാനികളുടെ വിജ്ഞാനം ഞാൻ നശിപ്പിക്കും, വിവേകികളുടെ വിവേകം ഞാൻ നിഷ്ഫലമാക്കും എന്ന് എഴുതപ്പെട്ടിരിക്കുന്നുവല്ലോ. വിജ്ഞാനി എവിടെ? നിയമജ്ഞനെവിടെ? ഈ യുഗത്തിൻ്റെ താർക്കികനെവിടെ? ലൗകിക വിജ്ഞാനത്തെ ദൈവം ഭോഷത്വമാക്കിയില്ലയോ? ദൈവത്തിൻ്റെ ജ്ഞാനത്തിൽ ലോകം ലൗകിക വിജ്ഞാനത്താൽ അവിടുത്തെ അറിഞ്ഞില്ല. തന്മൂലം വിശ്വസിക്കുന്നവരെ സുവിശേഷ പ്രസംഗത്തിൻ്റെ ഭോഷത്വം വഴി രക്ഷിക്കാൻ അവിടുന്ന് തിരുമനസ്സായി. യഹൂദർ അടയാളങ്ങൾ ആവശ്യപ്പെടുന്നു, ഗ്രീക്കുകാർ വിജ്ഞാനം അന്വേഷിക്കുന്നു. ഞങ്ങളാകട്ടെ യഹൂദർക്ക് ഇടർച്ചയും വിജാതിയർക്ക് ഭോഷത്വവുമായ ക്രൂശിക്കപ്പെട്ട മിശിഹായെ പ്രസംഗിക്കുന്നു. വിളിക്കപ്പെട്ടിരിക്കുന്ന അത് യഹൂദരോ ഗ്രീക്കുകാരുമാവട്ടെ,
മിശിഹ ദൈവത്തിൻ്റെ ശക്തിയും ദൈവത്തിൻ്റെ ജ്ഞാനവുമാണ്. എന്തെന്നാൽ ദൈവത്തിൻ്റെ ഭോഷത്വം മനുഷ്യരെക്കാൾ ജ്ഞാനമുള്ളതും ദൈവത്തിൻ്റെ ബലഹീനത മനുഷ്യരെക്കാൾ ശക്തവുമാണ്. ഇവിടെ പൗലോസ് പറയുന്നത് ഈ കുരിശിൻ്റെ വചനം എന്ന് പറയുന്നത് നാശത്തിലൂടെ നടക്കുന്നവർക്ക് ഭോഷത്വമാണ്. നമുക്ക് ആർക്കും വിശ്വസിക്കാൻ പറ്റുമോ കുരിശിൽ മരിച്ച് രക്ഷിക്കുക എന്നുള്ളത്? നമ്മളെ ഉപദ്രവിക്കുന്നവരോട് അവരെ സ്നേഹിക്കാനായിട്ട്, നന്മ പറയാനായിട്ട്, ചെയ്യാനായിട്ട് നമുക്ക് കഴിയുമോ? ഇതിനെയാണ് ഈ കുരിശിൻ്റെ ഭോഷത്വം എന്ന് വിളിക്കുന്നത്. കർത്താവ് എന്തുകൊണ്ടാണ് കുരിശിൽ കയറേണ്ടി വന്നത്? അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, പകരം വീട്ടാതിരുന്നതുകൊണ്ടാണ്, അല്ലെങ്കിൽ എതിർത്ത് നിൽക്കാതിരുന്നതുകൊണ്ടാണ്. അത് നമുക്കൊരു മാതൃക തരാൻ വേണ്ടിയിട്ടാണ്. ഈശോയ്ക്ക് അവരെ ഒന്ന് ഓടിച്ചു കളയാൻ പറ്റാഞ്ഞിട്ടല്ല, നിവൃത്തികേട് കൊണ്ടല്ല കുരിശിൽ കയറിയത്. കാരണം മനുഷ്യർ, നമ്മൾ അവിടുത്തെ പിൻഗാമികൾ, ഈ ലോകത്തിൽ ഇതുപോലെ കുരിശിൽ കയറിയെങ്കിൽ മാത്രമേ ഈ ലോകത്തെ രക്ഷിക്കാൻ കഴിയുകയുള്ളൂ എന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ സഹിക്കുന്ന പീഡകളും സഹനങ്ങളുമെല്ലാം രക്ഷാകരമാകും എന്ന് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ്. പകരത്തിന് പകരം കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല്, കാലിന് പകരം കാല്, അങ്ങനെയുള്ള പഴയ നിയമ ചിന്തയിൽ നിന്ന് മാറിയിട്ട് നിൻ്റെ സഹോദരൻ 1 മൈൽ പോകാൻ ആവശ്യപ്പെടുന്നവൻ്റെ കൂടെ 2 മൈൽ പോകാനായിട്ട് ആവശ്യപ്പെടുന്ന കർത്താവ്. ഇതാണ് യഥാർത്ഥത്തിൽ ഈ കുരിശിൻ്റെ ഭോഷത്വം എന്ന് പറയുന്നത്. അതല്ലെങ്കിൽ ഈ കുരിശിൽ മരിക്കുക എന്നുള്ള അന്നത്തെ വലിയൊരു ശിക്ഷയാണ്. ആ ശിക്ഷ മേടിക്കാനായിട്ട് ഏതെങ്കിലും ആൾ ധൈര്യപ്പെടുമോ? അതിനെ ഭോഷത്വമെന്നല്ലാതെ ഈ ലോകത്തിൻ്റെ ഭാഷയിൽ പിന്നെ എന്ത് വിളിക്കും? കർത്താവിൻ്റെ വചനങ്ങൾ ഒരു തരത്തിൽ പറഞ്ഞാൽ ഈ ഭോഷത്വത്തിൻ്റെ വചനങ്ങളാണ്. ആർക്ക്? ഈ ലോകത്തിൻ്റെ ഭാഷയിൽ ചിന്തിക്കുന്നവർക്ക്. അതുകൊണ്ടാണ് മലയിലെ പ്രസംഗത്തിൽ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 1 മുതൽ 12 വരെ വാക്യങ്ങളിൽ അവസാനമായിട്ട് കർത്താവ് പറയുന്നൊരു കാര്യമുണ്ട്. അവിടെ പറയുന്നത് എന്താണ്? എന്നെ പ്രതി മനുഷ്യർ നിങ്ങളെ അവഹേളിക്കുകയും പീഡിപ്പിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ആനന്ദിച്ചുല്ലസിക്കുക, കാരണം അപ്പോഴാണ് നിങ്ങൾക്ക് സ്വർഗരാജ്യം കിട്ടുക എന്ന് പറയുന്നത്. അതാണ് ഈ രക്ഷാകരമായ സഹനമെന്ന് പറയുന്നത്. ഇവിടെ ഈ കുരിശിൻ്റെ ഭോഷത്തിലൂടെ പൗലോസ്ലീഹ പറഞ്ഞു തരുന്നതാണ്, നിങ്ങൾക്ക് ഇപ്രകാരം ഈ രക്ഷാകരമായിട്ടുള്ള സഹനമാണ് കിട്ടുന്നത്. അതുകൊണ്ട് അതേക്കുറിച്ച് ഒരുപാട് വേവലാതിപ്പെടാതിരിക്കുക എന്നുള്ളതാണ്. സുവിശേഷ ഭാഗം ലൂക്കായുടെ സുവിശേഷം 24-ാം അധ്യായം 13 മുതൽ 27 വരെ വാക്യങ്ങളാണ്. ആ ദിവസം തന്നെ അവരിൽ 2 പേർ ജെറൂസലമിൽ നിന്ന് ഏകദേശം 60 സ്ഥാദിയോൻ അകലെയുള്ള എമ്മാവൂസ് ഗ്രാമത്തിലേക്ക് പോവുകയായിരുന്നു. ഈ സംഭവങ്ങളെക്കുറിച്ചെല്ലാം അവർ സംസാരിച്ചു കൊണ്ടിരുന്നു. ആ കഥ നിങ്ങൾക്കറിയാം. അങ്ങനെ പോകുന്ന സമയത്ത് അവസാനം പറയുന്നത് എന്താണ്? കർത്താവ് ഇവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. ഇവരുടെ ഈ നിരാശ നിറഞ്ഞ സംസാരത്തിൻ്റെ അവസാനം പറയുകയാണ്, ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നവരിൽ ചിലരും കല്ലറയെങ്കിലേക്ക് പോയി സ്ത്രീകൾ പറഞ്ഞതുപോലെ തന്നെ കണ്ടു, എന്നാൽ അവർ കണ്ടില്ല. അപ്പോൾ അവൻ അവരോട് പറഞ്ഞു, ഭോഷന്മാരെ, പ്രവാചകന്മാർ പറഞ്ഞിട്ടുള്ളത് വിശ്വസിക്കാൻ കഴിയാത്ത വിധം ഹൃദയം മന്ദീഭവിച്ചവരെ, മിശിഹ ഇതെല്ലാം സഹിച്ച് മഹത്വത്തിലേക്ക് പ്രവേശിക്കേണ്ടിയിരുന്നില്ലേ? മോശ തുടങ്ങി എല്ലാ പ്രവാചകന്മാരും വിശുദ്ധ ലിഖിതങ്ങൾ അതിനെപ്പറ്റി എഴുതിയിരുന്നവയെല്ലാം അവനവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തു. അതായത് ഈ രക്ഷകൻ വരുമ്പോൾ വലിയൊരു ചക്രവർത്തിയെ പോലെ വന്ന് ഒരു സാമ്രാജ്യം സ്ഥാപിച്ച് മറ്റ് ശത്രുക്കളെല്ലാം തോൽപ്പിച്ച് യഹൂദന്മാരെ രക്ഷിക്കുമെന്നുള്ള ചിന്തയാണ് അവർക്കുണ്ടായിരുന്നത്. പക്ഷേ ഈ സഹിക്കുന്ന ദാസനെക്കുറിച്ച് യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 53-ാം അധ്യായത്തിലൊക്കെ എഴുതിയിരുന്നത് അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് താൻ ജെറൂസലത്തേക്ക് പോയി അവിടെ തന്നെ മരണത്തിന് വിധിക്കും, കൊല്ലുമെന്നൊക്കെ പറയുമ്പോൾ പത്രോസ് പറയുന്നത്, കർത്താവ് നിനക്കത് സംഭവിക്കാതിരിക്കട്ടെ. അവർ ഈ സാമ്രാജ്യത്തെക്കുറിച്ച് കാത്തിരുന്നത് കൊണ്ടാണ്. നടപടി പുസ്തകം 1-ാം അധ്യായം 6-ാം വാക്യത്തിൽ ഈശോയോടൊപ്പം കൂടിയിരുന്നപ്പോൾ ഉയർപ്പിന് ശേഷവും അവർ പറയുകയാണ്, കർത്താവെ, നീ ഇപ്പോഴാണോ ആ സാമ്രാജ്യം പുനഃസ്ഥാപിക്കുന്നത്? എന്നിട്ട് വേണം ഞങ്ങൾക്ക് അതിൻ്റെ ഇടതും വലത്തും ഇരിക്കാനായിട്ട്. യാക്കോബ് യോഹന്നാനും മർക്കോസിൻ്റെ സുവിശേഷത്തിൽ തന്നെയാണ് ചെന്ന് പറയുന്നത്, നിൻ്റെ സാമ്രാജ്യത്തിൽ ഞങ്ങൾക്ക് നിൻ്റെ ഇടതും വലത്തും ഇരിക്കാനുള്ള വരം തരണം. പിന്നീട് മത്തായിയുടെ സുവിശേഷത്തിൽ അമ്മയും കൂട്ടിക്കൊണ്ട് പോവുകയാണ്. അപ്പോൾ ഇവർ ചിന്തിക്കുന്ന എപ്പോഴും ലൗകികമായ രീതിയിലാണ്. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, എന്തുകൊണ്ടാണ് നിങ്ങളുടെ ഹൃദയം മന്ദീഭവിച്ചു പോയത്? ഭോഷന്മാരെ, ഈ പ്രവാചകന്മാരിലൂടെ എല്ലാം എന്നെക്കുറിച്ച് എഴുതിയിരുന്നു, നിങ്ങളൊന്നും മനസ്സിലാക്കിയില്ലേ? നിങ്ങൾ ബൈബിൾ വായിച്ചിട്ടില്ല, എന്താ വായിച്ചതെന്നിട്ട് മനസ്സിലായത്? നമ്മളിപ്പോൾ ലോഗോസ് ക്വിസൊക്കെ എഴുതി സമ്മാനമൊക്കെ മേടിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ വചനം നമ്മുടെ ഹൃദയത്തിലേക്ക് പ്രവേശിച്ചോ? യഥാർത്ഥത്തിൽ ഈശോ ആരാണെന്ന് ആ വചനത്തിലൂടെ നമ്മൾ മനസ്സിലാക്കിയോ? യോഹന്നാൻ്റെ സുവിശേഷത്തിൽ മനോഹരമായ പ്രാർത്ഥനയുണ്ട്. നമ്മളെല്ലാവരും ഒന്നായിരിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രാർത്ഥന. നമുക്കെന്തെങ്കിലും മനസ്സിലായോ? നിങ്ങളുടെ വാക്കുകൾ അതെ അതെ എന്നും അല്ല അല്ല എന്നും ആയിരിക്കട്ടെ, ബാക്കിയെല്ലാം ദുഷ്ടനിൽ നിന്ന് വരുന്നു. ചുരുക്കത്തിൽ സത്യം പറയണം. ഇത് വായിച്ചപ്പോൾ നമുക്ക് എന്തെങ്കിലും മനസ്സിലായോ? ചുരുക്കത്തിൽ നമ്മൾ ഈ ശിഷ്യന്മാരെ പോലെ പോവുകയാണ്, നിരാശപ്പെട്ട്. അവനിതെല്ലാം പറഞ്ഞു, 3-ാം ദിവസം ഉയർത്തെഴുന്നേൽക്കുമെന്ന്, ഒന്നും സംഭവിച്ചില്ല എന്ന് പറഞ്ഞ് പോവുകയാണ്. അപ്പോൾ കർത്താവ് കൂടെ കൂടിയിട്ട് ഇതെല്ലാം
വ്യാഖ്യാനിച്ചു കൊടുക്കുകയാണ്. കർത്താവിൻ്റെ കൂടെ നടക്കാതെ നമുക്കൊരിക്കലും വ്യാഖ്യാനം മനസ്സിലാക്കാൻ കഴിയില്ല. നമ്മൾ ഈ ലോകത്തിൻ്റെ പാതയിലൂടെയാണ് ചരിക്കുന്നതെങ്കിൽ സ്വാഭാവികമായിട്ട് നമ്മൾ അതിൻ്റെ മാനദണ്ഡങ്ങൾ വെച്ചിട്ടാണ് ഈ വിശുദ്ധ വചനങ്ങൾ നമ്മൾ വ്യാഖ്യാനിക്കുക. കർത്താവ് പറയുന്ന, അല്ലെ പൗലോസ് പറയുന്ന നീതിയെ നമ്മൾ വ്യാഖ്യാനിക്കുന്നത് ഈ ലോകത്തിൻ്റെ ഭാഷയിൽ വെച്ചിട്ടാണ്. അതായത് എനിക്ക് അർഹിക്കുന്നത് കിട്ടണം, അവന് അർഹിക്കുന്നത് കൊടുക്കണം. അതാണ് നീതിയുടെ ഭാഷ ലോകത്തിൻ്റെ ഭാഷയിൽ അതിൻ്റെ അർത്ഥം. പക്ഷെ അതല്ല കർത്താവിൻ്റെ ഭാഷയിൽ നീതിയുടെ അർത്ഥം അതല്ല. എന്ന് പറഞ്ഞാൽ ഈ നീതി എന്ന് പറയുന്ന ദൈവത്തിൻ്റെ സ്വഭാവം ആർജിക്കുക എന്നുള്ളതാണ്. ദുഷ്ടൻ്റെ മേലും ശിഷ്ടൻ്റെ മേലും മഴ പെയ്യുകയും വെയിൽ തെളിയിക്കുകയും ചെയ്യുന്ന ആ ദൈവത്തിൻ്റെ സ്വഭാവം അത് നമ്മളുണ്ടാകുക എന്നാണ് ഈ പറയുന്നത്. ചുരുക്കത്തിൽ ഈ കുരിശിൻ്റെ ഭോഷത്വം എന്ന് പറയുന്നത് ഇതൊക്കെയാണ്. ഈ ശ്ലീബക്കാലത്ത് പ്രത്യേകമായിട്ട് നമുക്ക് ഓർക്കാം, ആ കുരിശിൻ്റെ ചൈതന്യം നമ്മളിലുണ്ടാകുമ്പോഴാണ് നമ്മൾ ഈ ലോകത്തിൻ്റെ രക്ഷകരായിത്തീരുന്നത്. അപ്പോഴാണ് നമ്മുടെ ക്രൈസ്തവ അസ്തിത്വത്തിന് അർത്ഥമുണ്ടാകുന്നത്. ദൈവം നമ്മളതിന് ശക്തരാക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.